9,000 കോടിയും കൊണ്ട് മല്യ മുങ്ങി. 1,13,000 കോടിയും കൊണ്ട് നീരവ് മോഡിയും മുങ്ങി. 3,000 കോടി കൊണ്ട് ശിവാജി പ്രതിമയുണ്ടാക്കി. 3,500 കോടിയുടെ പട്ടേൽ പ്രതിമയും ഉണ്ടാക്കി. 3,755 കോടി പരസ്യത്തിന് ചിലവാക്കി. 4,500 കോടി മുടക്കി മിസൈൽ പ്രൂഫ് വിമാനം വാങ്ങുന്നു. 7,965 കോടി നോട്ട് നിരോധനം കൊണ്ട് നഷ്ടമായെന്ന് RBI തന്നെ സമ്മതിച്ചു. 70 ലക്ഷം കോടി സ്വിസ് ബാങ്കിൽ ഇന്ത്യക്കാരുടെ നിക്ഷേപമുണ്ടെന്നറിഞ്ഞിട്ടും ഇതുവരെ ചെറുവിരലനക്കാൻ കഴിഞ്ഞിട്ടില്ല. 2,461 കോടിയുടെ നഷ്ടം SBI രേഖപ്പെടുത്തി. കാരണം കടം എഴുതിത്തള്ളൽ. കർഷകരുടേതല്ല, കോർപ്പറേറ്റ് ഭീമന്മാരുടേത്. ഇതേ SBI ആണ് 6,700 കോടി രൂപ അദാനിക്ക് ലോൺ നൽകിയത്. അങ്ങ് ഓസ്ട്രേലിയയിലെ മൈനിംഗ് പ്രോജക്ടിനു വേണ്ടി. സംഘടിത കൊള്ളയല്ലാതെ പിന്നെ ഇതെന്താണ്? ഓക്സിജൻ കിട്ടാതെ 200 കുഞ്ഞുങ്ങൾ മരിച്ച നാട്ടിൽ, ആധാറില്ലാത്തത് കൊണ്ട് റേഷൻ കാർഡ് കിട്ടാതെ ഒരു പെൺകുട്ടി പട്ടിണി കിടന്നു മരിച്ച നാട്ടിൽ, സ്വന്തം മക്കളുടെ ശവശരീരം തോളിൽ ചുമന്നുകൊണ്ട് പോകേണ്ടി വന്ന അച്ഛനമ്മമാരുള്ള നാട്ടിൽ, കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ ജപ്തി നേരിടുന്ന കർഷകർ ആത്മഹത്യ ചെയ്യുന്ന നാട്ടിലാണ് ഈ തോന്നിവാസങ്ങൾ. പെട്രോൾ ഡീസൽ വില എങ്ങോട്ട് പോകുന്നു? 1,13,000 കോടി മോഷ്ടിച്ച ഒരാൾ സ്വിറ്റ്സർലാൻഡിൽ സ്വസ്ഥമായി കഴിയുന്നു. 5,300 കോടി കട്ട മറ്റൊരാൾ ഇംഗ്ലണ്ടിൽ സുരക്ഷിതൻ. ആധാർ ലിങ്ക് ചെയ്തില്ലെന്നും പറഞ്ഞ് വെറും 1,000 രൂപ ബാലൻസ് ഉള്ള അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു. മിനിമം ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞു ഫൈൻ മേടിക്കുന്നു. ഇതാണോ ഡിജിറ്റൽ ഇന്ത്യ? ഓർക്കുക, പ്രതികരണങ്ങൾ വൈകുന്തോറും പാവപ്പെട്ടവന്റെ ക്യാഷ് കൊള്ളയടിക്കലും അതുമൂലം ആത്മഹത്യകളും പെരുകുന്നു. 20,000 കോടി നഷ്ടം വിതച്ച പ്രളയ ദുരന്തത്തിന് 500 കോടി മാത്രം. നേപ്പാളിൽ ഭൂമി കുലുക്കത്തിന് സംഭാവന ചെയ്തത് 1,400 കോടി. ഉഗാണ്ടയിൽ 800 കോടി. കേരള ദുരിതത്തിന് കഷ്ടത അനുഭവിക്കുന്നവർക്ക് അരിയുമില്ല, മണ്ണെണ്ണയുമില്ല. വിദേശ രാജ്യങ്ങളുടെ 800 കോടി സംഭാവന വാങ്ങുവാൻ പൊങ്ങച്ചത്തിന് അച്ചാരം വാങ്ങിയവർക്ക് ദുരഭിമാനമത്രേ. ഇതിനെതിരെ കേരള ജനത, മലയാളി സമൂഹം